എല്ലാവർക്കും വൺ ക്ലിക്ക് പി എസ് സി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുറെ ഉദ്യോഗാർത്ഥികൾ നമ്മുടെ അടുത്ത് ചോദിച്ചായിരുന്നു, സാറേ SCERT NCERTയുടെ ഒരു സ്റ്റഡി പ്ലാൻ ഒന്ന് ഉണ്ടാക്കി തരാമോ എന്നുള്ളത്. അതും കൂടി എന്ത് ചെയ്യാനായിട്ട് ഹോട്ട് ടോപ്പിക്സ് ഒന്ന് സെറ്റ് ചെയ്ത ശേഷം അതൊന്ന് പഠിക്കാൻ വേണ്ടിയിട്ടാണെന്നൊക്കെ പറഞ്ഞു. അതേപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഇനി ഏത് പഠിക്കണം എന്നതിനെ കുറിച്ചൊക്കെ ചോദിച്ചു. അപ്പോൾ എല്ലാത്തിൻ്റെയും കൂടിയിട്ടുള്ള ഒരു സൊല്യൂഷനും അതേപോലെ തന്നെ നമ്മൾ ഈ ഒരു ചാനലിൽ ഒത്തിരി ബുക്കുകളെ കുറിച്ച് നമ്മൾ പരിചയപ്പെടുത്താറുണ്ട്. അതുകൊണ്ട് തന്നെ എന്നും വിപണിയിലെ ഏറ്റവും ആദ്യം വരുന്ന എല്ലാ ബുക്കുകളും അത്യാവശ്യം നിങ്ങൾക്ക് പഠിക്കാൻ നല്ല ബുക്കുകളാണെങ്കിൽ അതെല്ലാം നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. കാരണം നിങ്ങൾ നമ്മുടെ ചാനൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ബുക്കിന്റെ റിവ്യൂ ചെയ്തേക്കുന്ന ഒരു ചാനലും വൺ ക്ലിക്ക് PSC തന്നെയായിരിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് സോഡിയാക് പബ്ലിക്കേഷന്റെ സോഴ്സ് ഫൈൻഡർ എന്ന് പറയുന്ന ഒരു ബുക്കാണ്. അപ്പോൾ ഈ ഒരു ബുക്കിന്റെ കാര്യത്തെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഇതൊരു പെയ്ഡ് പ്രൊമോഷനോ അങ്ങനെ ഒന്നുമല്ല. നമുക്കൊരു ബുക്ക് കണ്ടു കഴിഞ്ഞപ്പോൾ അത് നല്ലതാണെന്ന് തോന്നി. അപ്പോൾ അതുകൊണ്ട് നിങ്ങളെ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശം കൊണ്ട് മാത്രമാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഇത് വാങ്ങിയാൽ മതി. എന്താണ് ഈ ബുക്ക് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നതിനുള്ള കാരണം എന്നതിനെ കുറിച്ചാണ് ഞാനിപ്പോൾ ഒന്ന് ജസ്റ്റ് പറയുന്നത്. കാരണം LDC LGS എല്ലാത്തിനും വേണ്ടി നോക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബുക്കാണ് ഈ പറയുന്ന സോഴ്സ് ഫൈൻഡർ എന്ന് പറയുന്നത്. ഈ ബുക്ക് എന്ന് പറയുന്നത് 1184 പേജസിലാണ് ബുക്കുകൾ വരുന്നത്. അത്യാവശ്യം കൊള്ളാവുന്ന ഒരു ഫോണ്ടില് വളരെ നന്നായിട്ട്, അതായത് ഈ ബുക്ക് ഞാൻ പരിചയപ്പെടുത്താണ്ടായ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ റിസർച്ച് വിങ് എന്ന് പറയുന്നത് അത്രത്തോളം കഷ്ടപ്പെട്ടിട്ടാണ് ഈ ഒരു മെറ്റീരിയൽ, അതായത് ഈ ഒരു ഓർഡർ അവർ സെറ്റ് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. നമുക്ക് കോമൺ പ്രിലിമിനറി എക്സാം ഡിഗ്രി ലെവല് സ്റ്റേജ് 1 മുതൽ 2023 മുതൽ 2024 യൂണിവേഴ്സിറ്റി LGS മെയിൻസ് വരെയുള്ള മൊത്തം ക്വസ്റ്റ്യൻ പേപ്പറിനെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് അവർ എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിൻ്റെ ഇത് പറഞ്ഞിട്ടുണ്ട്. കൂടാതെ നമ്മൾ പറഞ്ഞ ടോപ്പിക്ക്, അതായത് SCERT NCERT 1 മുതൽ 12 വരാൻ ക്ലാസ്സുകൾ മൊത്തത്തിലുള്ള എന്താണ് ഇതിൻ്റെ റെഫറൻസിന് വേണ്ടിയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ കേരള സ്റ്റേറ്റ് ലിറ്റററി മിഷൻ അതോറിറ്റിയുടെ 4, 7, 10, 11, 12 ഈക്വലന്റ് കോഴ്സ് ടെക്സ്റ്റ് ബുക്കും ഇതിൻ്റെ അകത്ത് എന്ത് ചെയ്തിട്ടുണ്ട്, സെറ്റ് ചെയ്തിട്ടുണ്ട്. BA ഹിസ്റ്ററി, അതുപോലെ BA മലയാളം, BA എക്കണോമിക്സ്, അങ്ങനെയുള്ള എന്താണ് ഈ പറയുന്ന സംഭവങ്ങളും NCERT ആയിട്ടുള്ള കുറെ സംഭവങ്ങൾ, അതേപോലെ തന്നെ ഇന്ത്യൻ പൊളിറ്റി, കേരള ഹിസ്റ്ററി, ശ്രീധര മേനോന്റെ, ഇതെല്ലാം കൂടി എന്താണ് ചെയ്തിട്ടാണ് ഇവര് എന്ത് ചെയ്തേക്കണത്, ഈ ഒരു ബുക്ക് ഇറക്കിയേക്കണത്. ഫോണ്ട് സ്റ്റൈൽ നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം കൊള്ളാവുന്ന ഒരു ഫോണ്ട് സ്റ്റൈൽ തന്നെയാണ് ഇതിൻ്റെ അകത്ത് നിലവിലുള്ളത്. നിങ്ങൾക്ക് വായിക്കാൻ പറ്റുന്ന ഒരു ലെവലിൽ തന്നെയാണ് ചെയ്തേക്കണത്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ടോപ്പ് റാങ്ക് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവര് റാങ്ക് മേക്കിംഗ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കാരണം നമ്മൾ ലക്ഷ്യയുടെ ബുക്കൊക്കെ എടുത്തു പോയി കഴിഞ്ഞപ്പോൾ അതിൻ്റെ അകത്ത് വന്നത് മോർ ഇൻഫോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും അതേപോലെ SCERT NCERT ഫാക്ട് എന്ന് പറഞ്ഞുകൊണ്ട് ചെറിയ ചെറിയ കോളംസ് ഒക്കെ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതേപോലെ കൺഫ്യൂസിങ് ഫാക്ട്, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു കാര്യം എല്ലാ ബുക്കുകളിലും കാണുന്നുണ്ട്. അതേപോലെ തന്നെ ഇവരും ചെയ്തിട്ടുണ്ട്. എനിക്ക് ഇതിൻ്റെ അകത്ത് ഇവരുടേതായിട്ടുള്ള ഒരു പ്രത്യേകത പറയാൻ എനിക്ക് തോന്നിയത് SCERT NCERTയുടെ സെപ്പറേറ്റ്, കാരണം ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ പറഞ്ഞ ബുക്കുകളിലെല്ലാം ഇതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ബുക്കുകളാണ് നമ്മൾ പറഞ്ഞത്. കാരണം SCERT NCERT എന്ന് പറയുന്നത് ഇൻക്ലൂഡ് ചെയ്തത് തന്നെയാണ് നമ്മുടെ എല്ലാ റാങ്ക് ഫയൽസും അതേപോലെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ ബുക്കുകൾ എല്ലാം ഇന്നത്തെ വിപണിയിലുള്ളത്. പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഉദ്യോഗാർത്ഥികളുണ്ട്, അവര് എന്താന്ന് വെച്ചാൽ SCERT NCERT അത് അങ്ങനെ എഴുതി വച്ചേക്കുന്നത് കണ്ടെങ്കിൽ മാത്രം, അതായത് ഫ്രണ്ട് പേജിലൊന്നും SCERT NCERT ഇൻക്ലൂഡഡ് എന്ന് മാത്രം പോരാ. അത് കൂടാതെ തന്നെ ഓരോ പേജസിലും അതിനെക്കുറിച്ച് ഇന്ന പേജസിൽ ഇന്ന സ്ഥലത്ത് നിന്നാണ് ഇന്ന ചോദ്യം വന്നത് എന്ന് പറയുമ്പോൾ അത് ആണ് ഏറ്റവും കൂടുതൽ ചില ഉദ്യോഗാർത്ഥികൾക്ക് ഇഷ്ടം. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ബുക്ക് പരിചയപ്പെടുത്തിയത്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഇത് അത്രത്തോളം ഗംഭീരമായിട്ട് തന്നെ അവരത് ചെയ്തിട്ടുണ്ട്. കാരണം അതുകൊണ്ടൊക്കെ ആയിരിക്കാം ചിലപ്പോൾ ഈ ബുക്ക് ഇത്രത്തോളം വൈകി വരാണ്ടായ ഒരു കാരണം. അപ്പൊ ഓരോന്നും നമ്മൾ എടുത്തിട്ട് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ചോദ്യത്തിന്റെ ഉത്തരത്തിന്റെ കൂടെ തന്നെ അത് ഏത് SCERTയിൽ നിന്ന് ഏത് ബുക്ക് ഏത് പേജ് നമ്പർ എന്നൊക്കെ കൂടി കൊടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. ചിലപ്പോൾ അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ പോലെയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ടായിരിക്കാം ചിലപ്പോൾ ഇവരിങ്ങനെ ചെയ്തിരിക്കുന്നത്. SCERT NCERT അത്രത്തോളം ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ അങ്ങനെ ആ ഒരു പേജസ് ഉൾപ്പെടെ കണ്ട് പഠിച്ചെങ്കിൽ മാത്രമാണ് ജോലിയിലേക്ക് എത്തിപ്പെടാൻ പറ്റത്തുള്ളൂ എന്ന് പറയുന്നവർക്ക് എന്തായാലും ഈ ഒരു ബുക്ക് എന്ന് പറയുന്നത് വഴികാട്ടിയായിരിക്കും. ഒത്തിരി നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ ഇതിന്റെ വില വരുന്നത് 595 രൂപയാണ്. 1184 പേജസിൽ വരുന്നു. യൂണിവേഴ്സിറ്റി LGS മെയിൻസ് വരെയുള്ള എല്ലാ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും അതിന്റെ എക്സ്പ്ലനേഷനും ഇതിൻ്റെ അത് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ 1184 പേജസ് വരുന്നത്.
അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളൊന്ന് വാങ്ങിക്കോ. ഇതാണ് ബുക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ജസ്റ്റ് പരിചയപ്പെടുത്തിയെന്ന് മാത്രമേ ഉള്ളൂ. നല്ലൊരു ബുക്കാണ്. ഒത്തിരി ഹാർഡ് വർക്ക് ചെയ്ത് റെഫറൊക്കെ ചെയ്താണ് ഇവർ ഈ ഒരു ബുക്ക് ഇറക്കിയേക്കുന്നത്. അപ്പോൾ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമുക്കത് അത്രയും എഫേർട്ട് എടുത്ത്, കാരണം നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുന്നതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഇന്നല്ലെങ്കിൽ നാളെ നമുക്ക് ലഭിക്കും. അപ്പോൾ അത്രത്തോളം കഷ്ടപ്പെട്ട് ചെയ്തുകൊണ്ടാണ് ഈ ഒരു ബുക്കിനെ കുറിച്ച് ഞാനിപ്പോൾ റിവ്യൂ ജസ്റ്റ് ചെയ്തത്. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ടും വാങ്ങുക. സോഡിയാക് പബ്ലിക്കേഷൻ 595 രൂപ. ഓക്കെ, അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയുമായി നമുക്ക് ഒത്തിരി റാങ്ക് ഫയൽ റിവ്യൂ, ക്വസ്റ്റ്യൻ പേപ്പർ റിവ്യൂ എല്ലാം ചെയ്യാറുണ്ട്. നിങ്ങൾക്ക് ഏതെങ്കിലും ഇനി ബുക്കിനെ കുറിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ അറിയാനുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമന്റ് ബോക്സിൽ നിങ്ങളുടെ ഏത് ബുക്കാണോ വേണ്ടത്, ഏത് സബ്ജക്റ്റ് ആണോ വേണ്ടത്, എങ്ങനെയാണ്, എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് താഴെ രേഖപ്പെടുത്താം. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. അതുവരത്തേക്കും ഷോർട്ട് ബ്രേക്ക്. സൈനിങ് ഓഫ്, അരുൺ കൊമ്പനാടൻ. താങ്ക് യു.